ഗായ്സ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്നാ വൈബ് അല്ലയോ, ഇത് കണ്ടോ, ചെറിയ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. നല്ല തണുപ്പാണ്. അയ്യോ, ഇതിലെ കൂടെ വൺ ടാസ്ക് ആണ് പോകുന്നത്. പോകാൻ ഞാൻ വണ്ടി ഓടിക്കാൻ. അപ്പൊ നമ്മള് കയറുകയാണ്, നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ വൈബ് സ്ഥലമല്ലേ. കണ്ടോ, ഇവിടെ ആ റോഡ് ഫുള്ള് സീനാണ്. അവന്മാര് രാവിലെ കുത്തിപ്പോയിക്കൊണ്ട് വന്നതാണ്. ഇതൊക്കെ താണ്ടി മുകളിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാണിക്കാം. അപ്പോഴാണ് കെട്ടാൻ പോകുന്നത്. കേറി പോടാ, അവിടെ കിടക്ക്, പെട്ടെന്ന് കിടക്ക്, പെട്ടെന്ന് പെട്ടെന്ന് നടന്നാൽ പെട്ടെന്ന് വരാ. ണ്ടോ ഓളങ്ങളാലങ്ങളിൽ സംഭവം ഭയങ്കര കയറ്റം കേട്ടോ. ഇവിടെ വണ്ടിയെല്ലാം വന്ന് റോഡ്. പിന്നെ അത് മാത്രമല്ലേ, ഈ മല സൈഡില്ലേ കോൺക്രീറ്റ് റോഡായിരുന്നു. പക്ഷേ അടിയിലെ പാറയൊക്കെ കാണാം ഇപ്പം. അല്ലാ, അങ്ങോട്ട് കയറാനാ പാട്, ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിവിടെ വണ്ടി കുറച്ചും കൂടെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നടന്ന് കയറണം. ഓഹ്, എന്താ വ്യൂ, നല്ല കോടാണ് ഗൈസ്. ഓഫാക്കാതെ സീനില്ല. ബ്രേക്ക് പിടിക്കണേ, ഫ്രണ്ട് സീനാ. അവൻ അൻസിലെടുക്കാൻ പോയത്, അൻസിലങ്ങ് താഴത്തെ നിൽക്കുക. നടന്നു വരുന്നേ ഉള്ളൂ. ഞാനും വരും നൈസായിട്ട് വണ്ടിയിലേക്ക് വന്നത്. പാമ്പ് പിടിച്ച് നടന്ന് കുഴഞ്ഞ്. ഇതുണ്ടോ എമ്മാതിരി വ്യൂ. ഇതൊന്നും അല്ല, മുകളിൽ ചെന്നിട്ടാണ് ഇതിൻ്റെ അടിപൊളി വ്യൂ വരാൻ പോകുന്നത്. അത് മാത്രമല്ല, മുകളിലൊരു ചെറിയൊരു ഷോപ്പുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയുള്ളത്. അവിടെ പോയി ചായ കുടിക്കണം. എന്നാലും എന്ത് രസമല്ലേ. ഇത് ഫുള്ള് കാടാട്ടോ, നല്ല അടിപൊളി മല. ഇത് എൻ്റെ മുകളിലൊക്കെ കയറുന്നവരുണ്ട്. അതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ കയറാൻ പറ്റും. എൻ്റെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നെല്ലാറ അങ്ങോട്ട് പോയപ്പോൾ അതോടത്തൊരു വ്യൂവാണ് ഇവിടെയും. ബാക്കി ഇനി മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഗായ്സ്, രണ്ടുപേരും കൂടെ കയറി വരുന്നു. നിർത്ത് എങ്ങോട്ടാ? ഞാൻ കുറച്ചേരം നടക്കാന്നാണ് പറയുന്നത്. രണ്ടുപേരും കൂടെ അതേ പോകുന്നുണ്ട്. എന്തായാലും സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. മൂടാണ്. പക്ഷേ നടന്ന് കയറണമെങ്കിൽ നമ്മുടെ പകുതി ജീവൻ പോകും. കാരണം നല്ലൊരു ശ്വാസം മുട്ടും. പിന്നെ ചെവിയും മുക്കൊക്കെ അടയും. ഇത് എത്രാണ്ട് സമുദ്രനിരപ്പിന് മുകളിലാണ്. ഇവിടെ ഒരു കട എന്തോ ഉണ്ട് ഇവിടെ. ഇതാന്ന് തോന്നുന്ന കട. ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതാണോ ഇനി എൻ്റെ അപ്പുറത്താണെന്ന് അറിയത്തില്ല. നോക്കട്ടെ. അയ്യോ, ഇതല്ല. എന്തേ ഞാൻ ഇവിടുന്ന് നടക്കണോ? എൻ്റെ ഉമ്മ. ആ, അയ്യടാ, ഇവിടെ നിന്ന് ഈ മുകളിലോട്ടാണതേ ആമസോൺ. അയ്യോ, ഇങ്ങോട്ട് അടം വരെയോ? മല കയറി ഇറങ്ങിയത്. സോ സിമ്പിൾ. ചാവിയോ? ഇവിടെ വെക്കാം. കോട്ട് എടുക്കണോ? അപ്പം ഇനി
ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കാം. ഇത് കണ്ടോ? അയ്യോ, ഇതിലേക്കൂടെ ജീപ്പ് കയറി പോന്നേ. കുഴഞ്ഞാടി ഗൈസ്. എന്ത് കണ്ടോ? സബ്സ്ക്രൈബേഴ്സ് അത് അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് അങ്ങ് താഴത്ത് വരാം, വണ്ടി വരത്തോളൂ. ട്രക്കിങ്ങിനോ? അയ്യോ, ഇത് കൂടെ ഇതൊരു കുന്നിന്റെ നടക്ക് പോണേ. അതിന്റെ അടിയില് എന്റെ അടിയില് അന്ന് നാസിലും ഞാനും അന്തർമാനും ഇല്ലേ, എന്താണ് ഫസ്റ്റ് ടൈം വരിക വേറെ മല മാറിക്കറി. എപ്പ ഇറങ്ങിയാറോ? 5 മണിക്ക് ഇറങ്ങിട്ടേ ഞങ്ങൾ ആ മല കയറി കഴിഞ്ഞിട്ട് 2 മണിക്ക് ഉച്ചക്ക് അയാള് പറയണേ എടാ അതാണ് മല, ഇതല്ല മല മാറി. ചെറുതായിട്ടൊന്ന് മല മാറിയത് സംശയം. വീഡിയോ കാണണ്ടെങ്കിൽ അതെ, അറിയില്ലെങ്കിൽ അറിയില്ല പറയണം. മല മാറി പരതാറി മല മാറി കയറാന്നൊക്കെ പറഞ്ഞു. 6 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2-3 മണി നമ്മൾ ഇവിടെ എത്തുന്നത്. എത്ര മണിക്കൂറാ എന്റെ പൊന്നോ. എന്തുവാ കാണുന്ന അവിടെ? കോഫി, കൂൾ ബാർ ആൻഡ് ടീ ഷോപ്പ്. അങ്ങനെ ചായക്കട എത്തി ഗൈസ്. ഉയരങ്ങൾ കൂടുന്തോറും സരകേ ഉയരങ്ങൾ കൂടുന്തോറും ചായട ഇവ തന്നെ അടിച്ച് വീണാ. ഇതിലേക്കൂടെ എങ്ങനെ കേറുന്നല്ലേ? സത്യം പറയാ ഗ്യാസിന്റെ കഴപ്പ്. 5:30 വിളി തുടങ്ങിയാൽ മനസ്സിലേ അറിയുവോ? നായി വന്നിട്ട് ചന്തിക്കൊരു അറ്റടി. ഞാൻ വല്ല ബിൽഡിങ്ങിന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ വീണ കൊച്ചി എത്തി. അയ്യോ, ഇവിടെ നിരപ്പുണ്ട് അറിയാ. വയ്യ കുട്ട വയ്യ. എന്തേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കട എത്തിയിട്ടുണ്ട്. ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളില്ല. നമുക്കിഷ്ടമുള്ള എന്തും ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് ചായ വേണമെങ്കിൽ ചായ കുടിക്കാം, ചായ ഉണ്ടാക്കി കുടിക്കാം. എല്ലാം സെൽഫാണ്. പക്ഷേ പൈസ നമ്മൾ ഗൂഗിൾ പേ ജിപേ ചെയ്യണം. അവർക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കളയാതെ നോക്കിയാൽ മാത്രം മതി. സാരം കയറി ചായ അടി. കണ്ടോ, ഇങ്ങനത്തെ കടയില്ല. കണ്ടോ, ഇവിടെ നമുക്ക് കടികളുണ്ട്. വാട്ടർ ബോട്ടിൽ 20 രൂപ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചായ കൊണ്ടാക്കി കുടിക്കാം. നമുക്ക് കടയിൽ ആരുമില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. മലപ്പുറംകാരുടെ പ്രത്യേകത ഇതാണ്. അയ്യോ, ചായടി ചെല്ലി. എങ്ങനെ നമുക്ക് നടക്കല്ലേ? വാ നടക്കാം, വാ പോയിട്ട് വരാം. കഴിഞ്ഞ് ചുക്കാതെ കാണിച്ചിട്ടാ. നോക്കട്ടെ, കഴിക്കാൻ എന്താണുള്ളത്? ആ വരിക അടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. എത്ര എടുക്കാനോ? ആ വരിക. കൊണ്ടോ നല്ല ആക്കണോ?
ഇതെന്താ കൊള്ളാം. എന്ത് പാക്കേക്കോ ഇതോ? ഉണ്ടോ? ഇവിടെ കടയിൽ ആരുമില്ല. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പൈസ ജീപേ കൊടുത്താൽ മാത്രം മതി. ഇങ്ങനൊരു കട വേറെ എവിടെയും കാണത്തില്ല കേട്ടോ. എത്ര രൂപടാ ഇതിന്? വേണ്ടത് അതങ്ങനെ എടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കടികൾ എഴുതിയെടുത്താലും 15 രൂപ. ഇവിടേക്ക് പോയില്ലേ ഗൂഗിൾ പേ ചെയ്യാം. ബാക്കിൽ നോക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലത്ത്. ഓ ഏതാ മൂട് കണ്ടോ? എൻ്റെ പൊന്നോ അടിപൊളി. ഇല്ല ചെയ്യാൻ പോവാ. ഇതാണ് നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റ്. ഇവിടെ ഇപ്പം നമ്മൾ സമയം 7:30 രാവിലെ വന്നായിരുന്നെങ്കിൽ അതുപോലെ കോട ഇവിടെ കണ്ടേനെ. ഈ നായി കാരണമാണ് കാണാതെ. എന്താ ഭംഗിയല്ലേ അവിടെ കണ്ടോ? വരിക പൈസ എടുക്കട്ടെ. അവിടെ ഇരിപ്പുണ്ട്. എന്തേ മാങ്ങ എടുക്ക്. എന്ത് വേണ്ട എന്തോ വേണ്ട എന്ത് വന്നു വാങ്ങിയോ? നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഫോണൊക്കെ പൊട്ട് തരിപ്പണമായി. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി. ഇങ്ങോട്ടില്ല മഴ തോന്നുന്നു. മഴ ചെറുതായിട്ട് ചേർന്നുണ്ടല്ലേ? മഴ പെയ്താൽ സെറ്റായിരിക്കും. ബാക്കിയൊക്കെ ചായയൊക്കെ പോയിട്ട് കുടിക്കാം നമുക്ക് ഇവിടുന്ന്. വെള്ളക്കുപ്പി എത്ര ചെയ്തത്? 20. വാ എങ്ങോട്ടാ? അത് പിടിക്കാൻ പറ്റുമോ? എന്നാ വാ. വെള്ളം വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? കാട്ടിറങ്ങി. അയ്യോ ലവൻ മാസപ്പറ്റി ആടി വിരിഞ്ഞു പറ്റുമോ? സാറേ ഇവിടുത്തെ എന്നെ പറ്റി ഒരു പ്രത്യേക അറിയിപ്പ്. എന്തെടുത്താലും നമ്മള് എന്താണോ സ്റ്റോപ്പ് പൊല്യൂഷൻ. ഈ പ്ലാസ്റ്റിക്കും വെള്ളക്കുത്തും അങ്ങനെ അറിയാൻ പാടില്ല. അതെ സേവ് വൈൽഡ് ആനിമൽസ്. ഓക്കെ അയ്യോ കാലൊക്കെ നാളത്തൊക്കെ പൊക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന കേട്ടോ. ഇവിടെ കടു ഇറങ്ങുമോ സാറേ? കടുവോ? എടാ ഇറങ്ങി കടു ഇറങ്ങുമോ? എൻ്റെ ഉമ്മ അമരേന്ദ്ര ബാഹുബലി.
എങ്ങോട്ടാ? അവിടോ? എൻ്റെ അയ്യോ, കുറച്ചുകൂടി ഇരിക്കാടാ. ചാവാൻ കിടന്ന് വിളിക്കുവാണോടാ. അയ്യോ ഇനി അവിടം വരെ കയറണം എന്നാണ് സാരംഗ് പറയുന്നേ. വയ്യ, എനിക്ക് വയ്യമോ. അയ്യോ കഴിഞ്ഞ് കടമ്പൂരി അറിയാൻ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു എന്താ പറയണ്ടേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അത് വേറൊരു ഫീലാണ്. ഇത് കണ്ടില്ലേ, ബാക്കി ഇനി മുകളിൽ ചെന്നിട്ടേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ഇവിടുന്ന് വീഡിയോ ഇല്ല, എനിക്ക് വയ്യ, കൈ കഴിക്കുന്നു. ഓ ഇത് കണ്ടോ, ഇതൊക്കെ കയറിയ വീഡിയോ കൂടെ കാണുമ്പോൾ ഓർക്കും നിരപ്പാന്ന്. പക്ഷേ ഇത് നിരപ്പല്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ കയറി ആ ഹരിഹർ ഫോർട്ടാന്ന് തോന്നുന്നത്. ഞാൻ വീഴും അത് കയറി കഴിഞ്ഞാ. എൻ്റെ പൊന്നോ, എന്ത് കുത്തനെയാണ് ഇത്. കാലൊക്കെ കഴിച്ച് ഒടിഞ്ഞു എൻ്റെ പൊന്നോ. മഴയും കൂടെ ഭയങ്കര സീനായിരിക്കും അല്ലേ. ഇവിടൊക്കെ വെള്ളം നിറഞ്ഞ്. അയ്യോ വാടാന്ന് എടാ സാരക്ക് എത്തിയോടാ? എത്തിയില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇത് വരുന്നത് ഫൈനലി ഇവിടെ മഴ പെയ്യുകയാണ്. അയ്യോ അപ്പോൾ വേണ്ട നമ്മുടെ സ്ഥലം. എൻ്റെ പൊന്നോ അല്ല, ഏതാ ഇത് കണ്ടില്ലേ, അത്ഭുതങ്ങളിലൊന്ന്. ഇവിടെ നിന്നൊക്കെ വീട് കഴിഞ്ഞ അപ്പോ ഇനി മേലെ കയറാൻ പറ്റുമോ? കുറച്ച് എടുത്തിട്ട് കയറാം, പേടിക്കണ്ട. അയ്യോ ഏതല്ലേ വ്യൂ. ഈ ഒരു വ്യൂ ഉണ്ടോ എൻ്റെ പൊന്നോ. ഇത്രയും നേരം കയറിയതിനൊരു റിസൾട്ട് ഇപ്പോഴാണ് കിട്ടി. ഉണ്ടോ മഴ പെയ്യണം അപ്പോഴിവിടെ കോട വരുത്തോളല്ലേ. അയ്യോ എന്താണിത്? അങ്ങോട്ടൊക്കെ കോടയുണ്ട്, താഴത്തെ ഇഷ്ടം നല്ല രീതിയിലുണ്ട് കേട്ടോ. ഈ വെള്ളം പോകുന്നത് ഇങ്ങനെ പോകുന്നു, കറങ്ങി പോകുന്നില്ലേ? നിങ്ങോട്ടേ പോന്നേ.
ചാലിയാറാ ചാലിയാർ ഇപ്പോഴാണ് ഈ കാണുന്നത്. ഇന്നല്ല ഇങ്ങടെ അങ്ങനെ നമ്മളൊരു വലിയ മലയിടം കണ്ടോ, കാല് വിറയ്ക്കുന്നുണ്ട്. അയ്യവാ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല, താഴെ ചെന്നാൽ മതി. പിന്നെ കണ്ട് കാല് ഇറങ്ങി സത്യം പറഞ്ഞ. പോ 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 പോ. എന്ത് എടാ ഇവിടുന്ന് ഇറങ്ങുന്നേ, അവിടെ നിന്നല്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങത്തോളൂ, എനിക്ക് എവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ മറ്റേ കാട്ടുപുഴു ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇത് കണ്ടോ, പുഴുവിനെ കണ്ടോ, ഇവിടെ ഫുൾ ആട്ടാൻ പുഴുവാ. അവിടെ ഒരു ടീം, പുതിയ ടീം വന്നിരിപ്പുണ്ട്. ഇനി നമ്മൾ ഇറങ്ങുകയാണ്, ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണം, വെള്ളച്ചാട്ടം. അവിടെ ഇനി വ്ളോഗൊന്നും ഇല്ല കേട്ടോ, വയ്യ വ്ളോഗ് എടുക്കാൻ. ഇനി അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് സെറ്റായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം. പിന്നെ നമ്മുടെ പെട്ടെന്ന് കയറിക്കോ. അപ്പോൾ ഇന്ന് നമ്മൾ ചിലപ്പം ബാംഗ്ലൂർ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നതായിരിക്കും. നമ്മുടെ രഹസ്യക്കാൻ രതീശനും കൊച്ചാനും ആവശ്യം എല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത്, അറിയത്തില്ല കറക്റ്റ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വേണം അങ്ങോട്ട് പോകാൻ. ഇന്ന് അൻസിലിക്കാടൊക്കെ പൊറോട്ടയും ബീഫുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഫണ്ട് ഒപ്പിച്ച് പിന്നെന്താ മോനെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 10,000 പേരാ. പിന്നല്ല ഇത് കണ്ടോ കുത്തിറക്ക. അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി. കണ്ടോ ചക്കനോട് വന്നിട്ടുണ്ട് നമ്മുടെ കടയിലെ. അടുത്ത് ഇനി സർവത്ത് കുടിക്കാൻ പോവാണ്. ചായ വേണ്ട, ദാഹിക്കുന്നു. വൈബസ് ലോണായിക്കോ. നീയില്ല നമ്മളൊന്നാ. കണ്ടോ ഇതാണ് ഷോപ്പ്. ഇവിടെ വരുന്നവർക്കൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. 988184 988184 8184. കണ്ടോ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഇരുന്നിട്ട്. എടാ 988184. ആ സർവ്വതടിക്കുന്നതിൻ്റെ ശബ്ദം ഇവിടെ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ കുറച്ച് മഴയും എന്താ കോടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്, കുറച്ചും കൂടെ ആംബിയൻസ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം സെറ്റാണ് ഇവിടെ, പാട്ടും അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല മറന്നേണ്ടി സർവത്ത്. ഇവിടെയാണ് ആ വ്യൂ വരുന്നത് കണ്ടോ.